ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ A1 ട്യൂട്ടറിംഗ്. ഇന്ത്യൻ ജൂയിഷ് കവിയായ നിസീം ഇസിക്കീലിന്റെ നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ എന്ന പോയമാണ് ഇന്നത്തെ വീഡിയോ. നിസ്വാർത്ഥമായ മാതൃസ്നേഹത്തെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അകമ്പടിയോടെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു കവിതയാണ് നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ. കവി തന്റെ ബാല്യകാല ഓർമ്മകളിൽ നിന്നെടുത്ത ഒരു അനുഭവം കൂടിയാണിത്. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. Name of the poem is Night of the Scorpion, written by Nizim Isikil. It is about night when the poet's mother is beaten by a scorpion. ഇത് ഒരു രാത്രിയെ കുറിച്ചിട്ടാണ്. ആ രാത്രിക്ക് എന്താണ് പ്രത്യേകത? അന്നായിരുന്നു ഒരു തേൾ എന്റെ അമ്മയെ കുത്തിയത്. ആ അനുഭവ കഥയാണ് പോയറ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. I remember the night my mother was stung by a scorpion. 10 hours of steady rain had driven him to crawl beneath a sack of rice. I remember the night. ഞാൻ ആ രാത്രി ഓർക്കുന്നു. ഏത് രാത്രിയാണ്? എന്താണ് ആ രാത്രിക്ക് പ്രത്യേകത? മൈ മദർ വാസ് stung by a scorpion. അന്നാണ് എന്റെ അമ്മയെ ഒരു തേൾ കുത്തിയത്. 10 hours of steady rain. നിർത്താതെ പെയ്യുന്ന 10 മണിക്കൂറായി നിർത്താതെ പെയ്യുന്ന മഴ. ഹാഡ് ഡ്രിവൺ ഹിം. അവനെ ഇവിടെ കൊണ്ടുവന്നു. ടു ക്രോൾ ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്. അവൻ ഇഴഞ്ഞു കയറാൻ, ഈ അരിച്ചാക്കിന്റെ അടിയിൽ ഇഴഞ്ഞു കയറാൻ അവൻ കാരണമാക്കിയത് പുറത്ത് 10 മണിക്കൂറായി പെയ്യുന്ന മഴയാണ്. 10 മണിക്കൂറായി നിർത്താതെ പെയ്യുന്ന മഴയാണ് അവൻ അകത്തേക്ക് ഇഴഞ്ഞു കയറാൻ കാരണമായത്. അവൻ ഇപ്പൊ എവിടെയാണുള്ളത്? അകത്തെ അരിച്ചാക്കിന്റെ അടിയിലാണ്. ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് stung by a scorpion. 10 hours of steady rain had driven him to crawl beneath a sack of rice. അവൻ എന്നതുകൊണ്ട് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? സ്കോർപിയൻ ആണ്, തേളിനെയാണ് കവി ഇവിടെ അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കവി സ്കോർപിയനെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോയറ്റ് ഇവിടെ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ഒരു വ്യക്തിയായിട്ട്, ഒരു പേഴ്സൺ ആയിട്ടാണ് അതിനെ കാണുന്നത്. പേഴ്സൺ അല്ലാത്ത ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു അനിമൽസിനെ നമ്മൾ എന്താണ് പേഴ്സൺ ആയി കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്, പോയറ്റിക് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ തേളിനെ അദ്ദേഹം എന്താണ് ഇവിടെ ഒരു പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? നമുക്ക് വായനക്കാരിൽ എത്തിക്കുന്നത് അങ്ങനെയാണ്. ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. പാർട്ടിംഗ് വിത്ത് ഹിസ് പോയിസൺ, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം. പാർട്ടിംഗ് വിത്ത് ഹിസ് പോയിസൺ, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം. പിന്നെന്താ പറഞ്ഞത്? തേളിന്റെ വാൽഭാഗത്താണ് വിഷമുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷം നിറഞ്ഞ ആ വാൽഭാഗം ഇരുട്ട് നിറഞ്ഞ മുറിയിൽ മിന്നുന്നുണ്ട്. വിഷം നിറച്ച ആ വാലിനെ കവി ഡയബോളിക് ടെയിൽ എന്നാണ് പറഞ്ഞത്. പൈശാചികമായ വാൽ, ഡയബോളിക് ടെയിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തേളിന്റെ വാൽഭാഗം വിഷമയമാണ്. അത് എന്താണ്? ആ ഡാർക്ക് റൂമിൽ എന്താണ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ഫ്ലാഷ് മിന്നുന്നുണ്ട്. അപ്പോൾ എന്താണ് കവി അവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഡയബോളിക് ടെയിൽ, അത്രയും പൈശാചികമാണ് എന്നത് വിശേഷിപ്പിക്കാനാണ് ഡയബോളിക് എന്ന വേർഡ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത എന്താണ്? ഹി റിസ്ക്ഡ് റെയിൻ അഗെയിൻ. എന്താണ്? അതായത് അവൻ, ഹി സ്റ്റാൻഡ്സ് ഫോർ സ്കോർപിയൻ. സ്കോർപിയൻ റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ. അവനെ വീണ്ടും ട്രാപ്പായി, അല്ലെ? അവൻ വീണ്ടും ട്രാപ്പിലാണ്. കാരണം പുറത്തേക്ക് അവൻ കടക്കാൻ പറ്റില്ല. പുറത്ത് നിർത്താതെ പെയ്യുന്ന മഴയാണ്. ഹി റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ. ഈ റിസ്ക് ദ റെയിൻ അഗെയിൻ മീൻസ് എന്താണ്? പിന്നെയും പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. അവന് പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അടുത്ത സ്റ്റാൻസിൽ നമുക്ക് പറയുന്നത് എന്താന്ന് നോക്കാം. ദ പെസൻസ് കെയിം ലൈക്ക് എ സ്വാം ഓഫ് ഫ്ലൈസ്. പെസൻസ് എന്താണ്? പെസൻസ് ആക്ച്വലി ഫാമേഴ്സ് എന്ന അർത്ഥം, ഇവിടെ ഗ്രാമീണർ എന്നാണ് അർത്ഥം കേട്ടോ. അയൽവാസികൾ, ഗ്രാമീണർ. ദ പെസൻസ് കെയിം ലൈക്ക് എ സ്വാം ഓഫ് ഫ്ലൈസ്. സ്വാം ഓഫ് ഫ്ലൈസ് എന്താണ്? സ്വാം മീൻസ് കൂട്ടം എന്നാണ് അർത്ഥം, അല്ലെ? അതായത് ഈച്ച, ഫ്ലൈസ് മീൻസ് ഈച്ച, പ്രാണിയുടെ കൂട്ടം. എന്താണ് അവര് വരുന്ന ആ സംഭവത്തെ പെസൻസ്, അപ്പുറത്തും രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് ലൈറ്റുമായിട്ട് വരുന്നതാണ്. ആൻഡ് ബസ് ദ നെയിം ഓഫ് ഗോഡ് 100 times. ബസ് ദ നെയിം ഓഫ് ഗോഡ് 100 times എന്നാ പറഞ്ഞത്. ബസ് ദ നെയിം ഓഫ് ഗോഡ് 100 times എന്നാ പറഞ്ഞത്. എന്താണ്? ദൈവനാമം ഉരുവിട്ടുകൊണ്ടേ വരുന്നവര് 100 പ്രാവശ്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത്, അമ്മയെ തേൽ കുത്തിയതറിഞ്ഞ് അയൽവാസികൾ അല്ലെങ്കിൽ ഗ്രാമീണർ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. അവർ ദൈവനാമം ഉരുവിട്ടുകൊണ്ടാണ് വരുന്നത്. അവർ എങ്ങനെയാണ് വരുന്നത്? അവർ ഗ്രൂപ്പായിട്ടാ വരുന്നത്, കൂട്ടത്തോടെയാണ് ഓടിക്കൊണ്ട് വരികയാണ്. അവർ ദൈവനാമം ഉരുവിട്ടുകൊണ്ടാണ് വരുന്നത്. ദൈവനാമം 100 പ്രാവശ്യം ഉരുവിട്ടാൽ എന്താണ്? തേളിന്റെ ചലനശക്തി നഷ്ടപ്പെടും എന്നൊരു അന്ധവിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു, അല്ലെ?
അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചാല് അതിന്റെ ചലനശക്തി നഷ്ടപ്പെടുമെന്ന്. ഏതിന്റെയാണ്? സ്കോർപ്പിയന്റെ ചലനശക്തി നഷ്ടപ്പെടുമെന്ന് എന്താണ് അവർക്കിടയിൽ ഒരു അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ആൻഡ് വിത്ത് ക്യാൻഡിൽ വിത്ത് ലാന്റേൺസ് ത്രോയിങ് ഗെയിൻഡ് സ്കോർപ്പിയൻ ഷാഡോ ഓൺ ദ മഡ് ബേക്ക്ഡ് വോൾ എന്നാ പറഞ്ഞു. വിത്ത് ക്യാൻഡിൽസ് ആൻഡ് വിത്ത് ലാന്റേൺസ് ത്രോയിങ് എ ഗെയിൻഡ് സ്കോർപ്പിയൻ ഷാഡോസ് ഓൺ ദ മഡ് ബേക്ക്ഡ് വോൾ എന്നാ പറഞ്ഞത്. എന്താണ് അതിനർത്ഥം? കൂട്ടം കൂട്ടമായി വരുന്ന ഗ്രൂപ്പ് സാമോഫ്ലൈസ് കൂട്ടമായി വരുന്ന ഗ്രാമീണരുടെ കയ്യിൽ മെഴുകുതിരി, റാന്തൽ വിളക്ക് എന്നിവ ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു മിന്നാമിന്നി കൂട്ടം വരുന്നത് പോലെയാണ് ആർക്ക് തോന്നിയത്? കവിക്ക് അന്ന് തോന്നിയത് അല്ലെ. അവരുടെ വിളക്കിലെ വെളിച്ചം അരിച്ചാക്കിൽ തട്ടിയപ്പോൾ സ്കോർപ്പിയന്റെ പ്രതിബിംബം മൺകട്ട കൊണ്ടുണ്ടാക്കിയ ചുമരിൽ പതിഞ്ഞു എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ വരികളാണ് ഇതല്ലേ. അതായത് അവരുടെ കയ്യിലെ വെളിച്ചം, അവരുടെ കയ്യിലുള്ള അവരേന്തിക്കൊണ്ട് വരുന്ന വെളിച്ചം അരിച്ചാക്കിൽ തട്ടിയപ്പോൾ സ്കോർപ്പിയന്റെ പ്രതിബിംബം മൺകട്ട കൊണ്ടുണ്ടാക്കിയ ചുമരിൽ പതിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. And with the candles, with the lanterns throwing gained scorpion shadow on the mud baked wall. Mud baked wall. Samouflies എന്നത് ലൈക്ക് സാമോഫ്ലൈസ് ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? സിമിലി ആണ്. നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം എന്താണ്? സിമിലി കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗം എന്താണ്? ആസോ ലൈക്കോ എന്ന വേർഡ് അതിൽ ഉണ്ടാവും അല്ലെ. കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് വിത്ത് ദ യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ്. ആസ് വെച്ചോ ലൈക്ക് വെച്ചോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെസൻസിന് ഇവിടെ മിന്നാമിന്നി കൂട്ടങ്ങളായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ലൈക്ക് എന്ന വേർഡ് ഉണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? സിമിലി ആണ് എന്ന് നമ്മൾ പറയാം അല്ലെ. അടുത്ത സ്റ്റാൻസിലേക്ക് നമുക്ക് കടക്കാം. They searched for him, he was not found. They clicked their tongues. അവർ സ്കോർപ്പിയനെ ഒരുപാട് തിരഞ്ഞു. They searched. They stands for peasants. They searched for him, he was not found. പക്ഷെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. They clicked their tongues. അവർ പിറുപിറുത്തെ കൊണ്ടേയിരുന്നു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇവിടെ ക്ലിക്ക്ഡ് മീൻസ് സംസാരിച്ചു, പിറുപിറുത്തുന്ന അർത്ഥമാണ്. സ്കോർപ്പിയന്റെ അടുത്ത സ്റ്റാൻസ് എന്താണ്? വിത്ത് എവരി മൂവ്മെന്റ് ദാറ്റ് സ്കോർപ്പിയൻ മെയ്ഡ് ഹിസ് പോയിസൺ മൂവ്ഡ് ഇൻ മദേഴ്സ് ബ്ലഡ് ദേ സെഡ്. വിത്ത് എവരി മൂവ്മെന്റ് ദാറ്റ് ദ സ്കോർപ്പിയൻ മെയ്ഡ് ഹിസ് പോയിസൺ മൂവ്ഡ് ഇൻ മദേഴ്സ് ബ്ലഡ് ദേ സെഡ്. അവരെന്താണ് പറഞ്ഞത്? സ്കോർപ്പിയന്റെ ഓരോ ചലനത്തിനും സ്കോർപ്പിയന്റെ ഓരോ ചലനത്തിനും ആനുപാതികമായിട്ട് അമ്മയുടെ ബ്ലഡിൽ വിഷം കലരുമെന്ന് അവർ പറഞ്ഞു. അതായത് സ്കോർപ്പിയൻ എത്രമാത്രം ജീവിക്കുന്നു, എത്രമാത്രം എന്താണ് അത് ശരീരം അനക്കുന്നു, അതിനോടൊന്നിച്ച് അമ്മയുടെ ശരീരത്തിലേക്ക് വിഷം കയറിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഇതിൽ നമ്മളൊരു സൂപ്പർസ്റ്റിഷ്യസ് ആണ് കാണുന്നത്. അന്ന് നിലനിന്ന അന്ധവിശ്വാസത്തെയാണ് ഇവിടെ പോയിട്ട് വരച്ചു കാട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് മേ യുവർ സഫറിങ്സ് ഡിക്രീസ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത്. They said, may your sufferings decrease the misfortune of your next birth, they said. എന്താ പറഞ്ഞത്? അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദനയുണ്ടല്ലോ, സ്കോർപ്പിയൻ കുത്തി ആ വേദന അമ്മ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തിന്മയുടെ ഫലമായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ് ഇന്ന് സ്കോർപ്പിയൻ കുത്തിയത്. പണ്ടങ്ങനെ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അന്ധവിശ്വാസം ഉണ്ടല്ലോ, എന്താണ് പാമ്പ് കടിച്ചാൽ അത് പണ്ട് നമ്മൾ ചെയ്ത ഒരു പാപത്തിന്റെ ഫലമാണൊക്കെ. ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ കടിച്ചാൽ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. ഫലമായിരിക്കും എന്താണ്? അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അമ്മ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തിന്മയുടെ ഫലമാണ് എന്നാണ് പറഞ്ഞത്. അടുത്ത ജന്മത്തിൽ ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്നും അവർ പറയുന്നു. അടുത്ത ജന്മത്തിൽ ഇതിന്റെയൊക്കെ ബാലൻസ് ആയല്ലോ, അതുകൊണ്ട് ഇതിൽ നിന്നും മുക്തി നേടട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ മുക്തി നേടട്ടെ എന്ന് പറയാണ്. അതായത് ഈ മേ യുവർ സഫറിങ്സ് ഡിക്രീസ് ദ മിസ്ഫോർച്യൂൺ ഓഫ് നെക്സ്റ്റ് ബർത്ത് ദേ സെഡ് മേ ദ സം ഓഫ് ഈവിൽ ബാലൻസ്ഡ് ഇൻ ദിസ് അൺറിയൽ വേൾഡ് against the sum of good become diminished by your pain എന്നാ പറഞ്ഞിരിക്കുന്നത്. May the sum of evil balanced in this unreal world against the sum of good become diminished by your pain എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ അൺറിയൽ വേൾഡ്, ഈ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ എന്താണ്, ഇത് നമ്മൾ ശരിക്കും വേൾഡ് അല്ല, നമ്മൾ എന്താണ് ഹിന്ദുക്കൾ സാധാരണ എന്താണ്
നമ്മുടെ നെക്സ്റ്റ് ബർത്തിൽ അല്ലെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? അൺറിയൽ വേൾഡ് അല്ല. നമ്മൾ വന്നതും നമ്മൾ പോകുന്നതും എന്താണ് ഇവിടെ നിലനിൽക്കുന്നത് ശാശ്വതമല്ല, അല്ലെങ്കിൽ ഈ ഒരു ലോകം ശാശ്വതമല്ല, മായയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലെ. അപ്പോൾ ഈ അൺറിയൽ വേൾഡിൽ അമ്മയുടെ നന്മയും തിന്മയും ബാലൻസ്ഡ് ആവട്ടെ, ഈ അൺറിയൽ വേൾഡിൽ അമ്മയുടെ നന്മയും തിന്മയും ബാലൻസ്ഡ് ആവട്ടെ എന്ന് പറയാണ്. വേദനയോടൊപ്പം എല്ലാ തിന്മകളും അല്ലെങ്കിൽ എല്ലാ വേദനയും ഒഴിഞ്ഞു പോവട്ടെ. ഈ അൺറിയൽ വേൾഡിൽ അമ്മയുടെ നന്മയും തിന്മയും ബാലൻസ് ആവട്ടെ, അതുപോലെ തന്നെ വേദനയോടൊപ്പം എല്ലാ തിന്മകളും ഇല്ലാതാവട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ അടുത്ത സ്റ്റാൻസിൽ എന്താ പറയുന്നത്? May the poison purify your flesh of desire and your spirit of ambition. May the poison purify your flesh of desire and your spirit of ambition. പിന്നെ അമ്മയുടെ ആശയും ആഗ്രഹങ്ങളെല്ലാം ശുദ്ധീകരിക്കണമേ എന്നും ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ്. They said and they sat around on the floor with my mother in the center. പിന്നീട് എന്താണ് അവർ ചെയ്യുന്നത്? They said, അവർ പറഞ്ഞു, and they sat around on the floor with my mother in center. എൻ്റെ അമ്മ നടുവിലാണ്, സെന്ററിലാണ്, ഒരു മാറ്റിൽ അമ്മ കിടന്ന് പുളയുകയാണ്. അതിന് ചുറ്റുമായിട്ട് ആരൊക്കെ ഇരുന്നു? ഈ അയൽപ്പക്കക്കാര്, നെയ്ബേഴ്സ് അല്ലെ, എല്ലാവരും വന്നിട്ട് അമ്മയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. പിന്നീട് അവർ അമ്മയുടെ ചുറ്റും, അമ്മ ആവട്ടെ മധ്യത്തില് പായൽ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ഓക്കെ. And they sat around on the floor with my mother in the center. The peace of understanding on each face. The peace of understanding on each face. അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്താണ്? അമ്മയോടുള്ള സിമ്പതി ആയിരുന്നു. വളരെ ശാന്തമായിട്ട് ദൈവനാമം ജപിച്ച് അമ്മയ്ക്ക് ചുറ്റും അവരിയ്ക്കുന്നുണ്ടായിരുന്നു. More candles, more lanterns, more neighbors, more insects and endless rain. More candles, more lanterns, more neighbors, more insects and the endless rain. പിന്നെയും എന്താണ്? പിന്നെ കുറേ ഏറെ മെഴുകുതിരികൾ വന്നു. മെഴുകുതിരികൾ വന്നു എന്നർത്ഥം അതിനോടൊപ്പം ആൾക്കാരും വന്നു ആണ് അല്ലേ. അതുപോലെ റാന്തൽ വെളിച്ചവും വന്നു. മോർ കാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നെയ്ബേഴ്സ്. ഒരുപാട് ആൾക്കാർ പിന്നെയും വരാൻ തുടങ്ങി. പിന്നെയോ കുറെ പ്രാണികൾ, ഇൻസെക്ട്സ് അല്ലെ, കുറെ പ്രാണികളും എത്തി. പിന്നെന്താ പറയുന്നത്? ആൻഡ് മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ മാറ്റ്. ആ സമയത്ത് എൻ്റെ അമ്മ എന്തായിരുന്നു? ആ മാറ്റിൽ കിടന്ന്, ആ പായയിൽ കിടന്ന് പുളയുകയായിരുന്നു. വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ്. അപ്പോഴും പുറത്ത് നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എൻഡ്ലെസ് റെയിൻ. ആൻഡ് ദ എൻഡ്ലെസ് റെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും പുറത്ത് മഴ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റാൻസ് നമുക്ക് നോക്കാം. My father, skeptic, rationalist, trying every curse and blessing, powder, mixer, herb, and hybrid. My father, skeptic, rationalist, trying every curse and blessing, powder, mixer, herb, and hybrid. അച്ഛൻ, അതായത് പോയിറ്റിന്റെ അച്ഛൻ ഒരു അവിശ്വാസിയായിരുന്നു. അതായത് ഒരിക്കലും ഒരു അന്ധവിശ്വാസി ആയിരുന്നില്ല, ഒരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലൊന്നും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അമ്മയുടെ വേദന കുറയ്ക്കാൻ വേണ്ടി പല മരുന്നുകളും പരീക്ഷിച്ചു. പല മരുന്നുകളും അദ്ദേഹം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള പൗഡർ, മരുന്നുകൂട്ടുകൾ, പച്ചില മരുന്നുകൾ, അങ്ങനെ നല്ലതും ചീത്തയുമായ, നല്ലതും ചീത്തയും മീൻസ് എന്താണ്? അത് മീൻസ് ആ മരുന്ന് ഉപയോഗിച്ചാൽ അത് മാറുമോ ഇല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. എങ്കിലും അദ്ദേഹം അതാണ് സൂട്ടായതും അൺസൂട്ടായതും അദ്ദേഹം ഉപയോഗിച്ചു. അച്ഛന്റെ ഒറ്റ ആഗ്രഹം എന്താണ്? അമ്മയുടെ വേദന കുറയ്ക്കുക എന്നാണ്. മൈ ഫാദർ, സെപ്റ്റിക്, റാഷണലിസ്റ്റ്, ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്, പൗഡർ, മിക്സർ, ഹെർബ് ആൻഡ് ഹൈബ്രിഡ്. ഹി ഈവൻ poured a little paraffin upon the beaten toe and put a match to it. പിന്നീട് അദ്ദേഹം എന്താ ചെയ്ത്? കുറച്ച് മണ്ണെണ്ണ എടുത്ത് ആ തേൽ കുത്തിയ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് തീ കൊളുത്തി. അപ്പൊ വേദന കുറയുമെന്ന് അച്ഛൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? അമ്മയുടെ കാലിൽ തീ പടരുന്നത്, അമ്മയുടെ ആ മാംസം എന്താണ് തീ തിന്നുന്നത് നമ്മുടെ കുട്ടിയായ പോയിട്ട് നോക്കി നിന്നു എന്നാണ് പറയുന്നത്. മൈ ഫാദർ, സെപ്റ്റിക്, റാഷണലിസ്റ്റ്, ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്, പൗഡർ, മിക്സർ, ഹെർബ്, ഹൈബ്രിഡ്. ഹി ഈവൻ poured മീൻസ് ഒഴിക്കുക, എ ലിറ്റിൽ പാരാഫിൻ മീൻസ് മണ്ണെണ്ണ, അപ്പോൺ ദി ബീച്ചൺ ടോ കടിച്ച എന്താണ് എവിടെയാണോ നമ്മുടെ സ്കോർപിയൻ കുത്തിയത് ആ ബീച്ചൻ ടൂല് ആ വിരലില് എന്താണ് പുട്ട് എ മാച്ച് തീ കൊളുത്തി ചെറുതായിട്ട്
ഓക്കെ. ഐ വാച്ച് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ശ്രദ്ധയോടെ നിന്നു, ഞാൻ നോക്കി നിന്നു. എന്താ നിന്നത്? അമ്മയുടെ കാലുകളിൽ തീ കത്തുന്നത് ഞാൻ കണ്ടു. ഐ വാച്ച്ഡ് ദ ഹോളി മാൻ പെർഫോം ഹിസ് റൈറ്റ്സ്. ഐ വാച്ച്ഡ് ദ ഹോളി മാൻ പെർഫോം ഹിസ് റൈറ്റ്സ്. പിന്നീട് ഒരു ഹോളി മാൻ വന്നു. ഹോളി മാൻ അറ്റ്ലീസ്റ്റ് ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ഒരു പുരോഹിതനായിരിക്കാം. അദ്ദേഹം എന്ത് ചെയ്തു? തേളിന്റെ വിഷമിറക്കാൻ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഐ വാച്ച്ഡ് ഹോളി മാൻ പെർഫോം ഹിസ് റൈറ്റ്സ് ടു ടാം മീൻസ് കുറയ്ക്കാൻ, റെഡ്യൂസ് ദ പോയിസൺ വിത്ത് ഇൻകാന്റിനേഷൻ. ആ മന്ത്രോച്ചാരണത്തിലൂടെ അദ്ദേഹം എന്താണ് ആ തേളിന്റെ എന്താണ് വേദന കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു. അതും ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓക്കെ. ആഫ്റ്റർ 20 hours ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റിങ്. 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയുടെ വേദന നന്നായി കുറഞ്ഞു. സാധാരണ അങ്ങനെയാണല്ലോ, നമുക്കറിയാം തേള്, പഴുതാര എന്നിവ എന്താണ് നമ്മുടെ കാലിൽ കുത്തിയാൽ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചാൽ, അതിന്റെ കുത്തേൽക്കുകയാണെങ്കിൽ 24 hours കഴിയുമ്പോൾ അതിന് വേദന മാറി കിട്ടും അല്ലെ. അത് നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് എന്താണ് ഇതിന് ഹോളി മാൻ പെർഫോം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആഫ്റ്റർ 20 hours കഴിഞ്ഞപ്പോഴത്തിന്റെ വേദന മാറിയതെന്ന്. വേദന കുറഞ്ഞ ഉടനെ എന്താ ചെയ്തത് അമ്മ ദൈവത്തോട് നന്ദി പറഞ്ഞു. എന്തിനാണ്? വേദന കുറച്ചതിനാണോ നന്ദി? അല്ല. എന്തിനാണ് നന്ദി പറഞ്ഞത്? ദൈവമേ, നീ എന്നെയാണല്ലോ കുത്തിയത്, എന്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടല്ലോ എന്നാണ് പറഞ്ഞത്. മൈ മദർ ഓൺലി സെഡ്. ആ സമയത്ത് അമ്മ പറഞ്ഞ എന്താണ്? മൈ മദർ ഓൺലി സെഡ് താങ്ക് ഗോഡ് ദ സ്കോർപിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികളെ നീ വെറുതെ വിട്ടല്ലോ, നീ എന്നെയാണല്ലോ കുത്തിയത്, ഒരുപാട് നന്ദിയുണ്ടെന്നാ പറഞ്ഞത്. വേദന കുറഞ്ഞ ഉടനെ അമ്മ ദൈവത്തോട് നന്ദി പറയുകയാണ്. എന്താ പറഞ്ഞത്? ദൈവമേ, നീ എന്നെയാണല്ലോ കുത്തിയത്, എന്റെ കുഞ്ഞുങ്ങളെ നീ വെറുതെ വിട്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അതിലേറ്റവും ഈ പോയത്തിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ലൈൻസ് ആണ് ഈ ലൈൻ. എന്താണ്? മൈ മദർ ഓൺലി സെഡ് താങ്ക് ഗോഡ് ദ സ്കോർപിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് അമ്മയുടെ അൺകണ്ടീഷണൽ ലവ്, ഒന്നും പകരം വെക്കാനില്ലാത്ത അൺകണ്ടീഷണൽ ലവ് ആണ് കുട്ടികളോടുള്ള, സ്വന്തം മക്കളോടുള്ള അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ തീമായിട്ടുള്ളത് നമുക്ക് പറയാം. പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് അമ്മ അല്ലെ. കാലം എത്ര കഴിഞ്ഞിട്ടും അമ്മ പറഞ്ഞ ആ വാക്കുകളാണ് ഇദ്ദേഹത്തിന് ഒരു കവിത ജനിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതായത് ആ ഒരു വാക്കാണ് അമ്മ അന്ന് പറഞ്ഞ, അവസാനം പറഞ്ഞ, വേദന പോയ ഉടനെ ദൈവത്തോട് പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകളാണ് കാലം എത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ആ വാക്കുകളാണ് പിന്നീട് കവിതയായി ജനിക്കുന്നത്. നിസി മിസിക്കിന്റെ വളരെ വളരെ മനോഹരമായ കവിതയാണിത്. മാതൃസ്നേഹത്തിന്റെ ആഴവും പരപ്പും വിളിച്ചോതുന്ന ഈ കവിത എന്നും സാഹിത്യ ലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. താങ്ക് യു ടു ആൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.